പ്ലീസ് ഇതാര് പറഞ്ഞു തന്നതാ ഈ ഐഡിയ? ആക്ച്വലി ഇത് വാസുവിൻ്റെ ഐഡിയ. നിനക്ക് ഇഷ്ടപ്പെട്ടോ ഇവിടുത്തെ സ്ഥലവും കാര്യങ്ങളൊക്കെ? ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, എൻ്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. ഓക്കെ. 5, 4, 3, 2, 1. ആ റൂമേഴ്സും നീ പറഞ്ഞതും ഒന്നും നീ ചെയ്തിട്ടല്ലെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ നിന്നെ ഒന്ന് കളിപ്പിക്കാമെന്ന് കരുതിയാ അങ്ങനെ ചെയ്തത്. അപ്പോഴാ ജീന എൻഗേജ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. എൻഗേജ്മെൻ്റ് എന്ന് കേട്ടപ്പോൾ ഞാനൊന്ന് ഷോക്കായെന്നുള്ളത് സത്യമാണ്. എനിക്ക് നിൻ്റെ അടുത്ത് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അതാ. ഇതൊന്നും ഇങ്ങനെ നടക്കുമെന്ന് ഞാനും എക്സ്പെക്ട് ചെയ്തില്ല. പിന്നെ ആ ഒരു ടൈമിൽ നീ കണ്ണെന്ന് പറഞ്ഞ് ആ ബബിൾക്കത്തിൻ്റെ കൂടെ പോയപ്പോൾ എനിക്ക് എന്തോ ഒരു പേടി പോലെയായിരുന്നു. എല്ലാം എന്നിൽ നിന്ന് കൈയിട്ട് പോവുകയാണോ. അതൊക്കെ ഇടും. അല്ല, അന്ന് കോഫി ഷോപ്പിൽ പോയോ? അതെന്താ നിന്റെ അടുത്ത് പറഞ്ഞേ? ഓ, അന്ന് എൻ്റെ അടുത്തൊരു സീക്രട്ടാ പറഞ്ഞു. സീക്രട്ടോ? എന്ത് സീക്രട്ട്? എൻ്റെ പൊന്നോ, ഒന്നുമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാ. അന്ന് തലവേദന പറഞ്ഞുകൊണ്ട് കോഫി ഷോപ്പിൽ പോയില്ല, നേരെ വീട്ടിലേക്കാണ് പോയത്. പിന്നെ അന്ന് കോഫി ഷോപ്പിൽ പോകാനും പറ്റിയ അവസ്ഥയായിരുന്നല്ലോ. ഇവളെന്താ ഇവിടെ? You ruined everything. Just enough. ജീന, ഞാൻ നിനക്ക് ഒരു തവണ വാങ്ങി തന്നതാ, അത് എപ്പോഴും ഉണ്ടാവണമെന്നില്ല. നീ എന്താ കരുതിയത്? എന്നെ വിഡ്ഢിയാക്കാന്നോ? നീ ഇതിനനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. Get out. നീ ഇതിനനുഭവിക്കും. You will pay for this. ജീന, stop this. ജീന, നീ ഇത്രയും നാളും ഞാൻ കരുതുന്നത് നീ ഇതെല്ലാം ചെയ്യുന്നത് നിന്റെ ഡാഡിന് വേണ്ടിയെന്ന്. ബട്ട് നീയും നിന്റെ ഡാഡും തമ്മിൽ ഒരു വ്യത്യാസമില്ല. സൂസൻ, നീയും കൂടി ഇങ്ങനെ പറഞ്ഞു തുടങ്ങല്ലേ? നിനക്കെല്ലാം അറിയാവുന്നതല്ലേ? പിന്നെ ഞാൻ എങ്ങനെ പറയണമെന്നാണ് നീ പറയുന്നത്? എനിക്ക് നിന്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് പേടിയാവുക. നീ എൻ്റെ ജീന അല്ലാതായിക്കൊണ്ടിരിക്കുക. നീ മാറിക്കൊണ്ടിരിക്കുക നിന്റെ ഡാഡിനെ പോലെ. ഇത് ഞാൻ എന്താ പറയണത്? സൂസൻ, പ്ലീസ്, നമുക്ക് പിന്നെ സംസാരിക്കാം. പിന്നെ എപ്പോ? എല്ലാം പിന്നത്തേക്ക് മാറ്റി. എനിക്ക് സംസാരിക്കാനുള്ളതൊന്നും എനിക്ക് പറയാൻ പറ്റാതെ, നിനക്ക് കേൾക്കാനും സമയമില്ലാതായി. എന്ന് മുതലാ ജീന ഞാൻ എല്ലാം നീ എൻ്റെ നിന്ന് വിളിക്കാൻ തുടങ്ങി. അജുവായിട്ടുള്ള എൻഗേജ്മെൻറ്റും റൂമേഴ്സും എല്ലാം ഞാൻ സ്വയം അറിഞ്ഞതാണ്. ഞാൻ ഇത്രയും നാളും കരുതിയത് ഫ്രണ്ട്ഷിപ്പിലുപരി എനിക്ക് നിന്നോടുള്ള സ്നേഹം നിനക്ക് എന്നോടുണ്ടെന്ന്. പക്ഷേ അതെൻ്റെ ഒരു ഇല്യൂഷൻ മാത്രമാണെന്ന് നീ ഇന്ന് എനിക്ക് തെളിയിച്ചു. സൂസൻ, യെസ് ഇറ്റ്, ഐ ആം മാഡ്ലി ഇൻ ലവ് വിത്ത് യു. നിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, തെറ്റെല്ലാം എൻ്റെ ഭാഗത്താണ്. എനിക്ക് നിന്നോടുള്ള അതേ സ്നേഹം നിനക്ക് എന്നോട് നിൻ്റെ കണ്ണുകളിൽ, നിൻ്റെ പ്രവൃത്തിയിൽ, നിൻ്റെ വാക്കുകളിൽ ഒക്കെ ഞാൻ തിരിച്ചറിഞ്ഞു. ബട്ട് അതെല്ലാം എൻ്റെ ഇലൂഷനാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഞാൻ ആദ്യം കരുതിയത് നിനക്ക് എന്നോടുള്ള സ്നേഹം നീ മറച്ചു വയ്ക്കുകയാണെന്ന്, ആരെയൊക്കെയൊക്കെ പേടിച്ചിട്ട്. നീ ആരെയും പേടിക്കണ്ട, നിൻ്റെ കൂടെ ഞാനുണ്ട്, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്, ജീവിതകാലം മുഴുവൻ എനിക്ക് നിന്നോട് ജീവിക്കാനാണ് ഇഷ്ടം എന്നൊക്കെ പറയാനാണ് ഞാൻ പലവട്ടം ശ്രമിച്ചത്. ബട്ട് അന്നൊന്നും അത് കേൾക്കാൻ നിനക്ക് ടൈമില്ലായിരുന്നു. സൂസൻ, നീ വിഷമിക്കണ്ട, ഇതിൽ നിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. പിന്നെ നിൻ്റെ തൊന്ത അങ്ങേര് നിന്നെ യൂസ് ചെയ്യുക. നീ അയാളോട് നിൽക്കുന്നത് അങ്ങേര് വിട്ടിട്ട് പോയാൽ നീ ഇവിടെ ഒറ്റപ്പെട്ടു പോകുന്നുള്ള പേടിയാണ്. അവിടെയും നീ എന്നെ മറന്നു.
എനിക്കിതിനെ വെറുക്കാനൊന്നും പറ്റത്തില്ല. ബട്ട് ഇങ്ങനെ എനിക്ക് തുടരാൻ കഴിയത്തില്ല. ഐ നീഡ് സം ടൈം. ഞാൻ നാളെ മോർണിംഗ് USA പോവാം. അങ്ങോട്ട് പോകുമ്പോൾ നിന്നോടൊപ്പം പോകണമെന്നായിരുന്നു, ടു സ്റ്റാർട്ട് എ ന്യൂ ലൈഫ്. ബട്ട് ഇറ്റ്സ് ഓക്കെ. വിധി എനിക്ക് ചിലപ്പം ഇതായിരിക്കും വിധിച്ചിട്ടുണ്ടാവുക. ബട്ട് ഏതാവശ്യത്തിനും ഞാൻ കൂടെ കാണും. ഞാൻ തിരിച്ചു വരും. ബട്ട് ഐ നീഡ് സം ടൈം. ഇനിയൊരു യാത്ര പറയിപ്പില്ല. ഞാൻ പോവാ. സൂസൻ, Susan, please don't leave me, Susan. I only love you. അജു, ഇപ്പൊ നടന്നത് കാര്യമാക്കണ്ട, ഞാനത് നോക്കിക്കോളാം. അതല്ല, നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇപ്പോൾ ആരും അറിയണ്ട. സമയമാകുമ്പോൾ എല്ലായിടത്തും പറഞ്ഞാൽ മതി. എന്ത്? നീ ആ ജീനനെ പേടിച്ചിട്ടാണോ? ഞാൻ അവളെ മാനേജ് ചെയ്തോളാം. അത് മാത്രമല്ല അജു, എൻ്റെ ഫ്രണ്ട്സ്, നീ ആദ്യം അവരോടൊക്കെ ഒന്ന് കമ്പനിയാവ്. അവന്മാർക്കാണെങ്കിൽ നിന്നെ കണ്ടുവിടാം. അതും എൻ്റെ കയ്യിലിരിപ്പ് തന്നെ. സോ നമുക്ക് എല്ലാം ഒന്ന് സെറ്റായിട്ട് സമയമാകുമ്പോൾ പറയാം. ഞാൻ അതിനൊക്കെ സോറി പറഞ്ഞതല്ലേ. ഓക്കെ ഫൈൻ. ഇപ്പോൾ ആർക്കും പറയേണ്ടെന്നാണ് നീ പറയുന്നത്. ഓക്കെ, സീക്രട്ട് റിലേഷൻഷിപ്പ്, ഇൻട്രസ്റ്റിംഗ്. സൂസൻ, നീ എന്നെ തനിച്ചാക്കി പോവല്ലേ പ്ലീസ്, തിരിച്ചു വാ. ഹലോ മിസ് ജീന, എന്താ ഗേൾ ഫ്രണ്ട് പോയ വിഷമത്തിൽ കരയാണോ? ഹു ആർ യു? നിന്റെ തന്തയുടെ കാലന നിന്നെ ഒന്ന് കാണാൻ വന്നത്. പ്ലീസ് എന്നെ വെറുതെ വിട. നീ എന്റെ അച്ഛനെ നോക്കിപ്പിക്കാനല്ലേ നോക്കിയത്? അതിന് ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? നീ അശ്വതിയുടെ കൂടെ നടക്കുന്നവനല്ലേ? ആഹാ, ജീന മോൾക്കപ്പോ എന്നെ അറിയാം. പ്ലീസ് ലീവ് മീ. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇല്ല, നീയൊന്നും ചെയ്തിട്ടില്ല. നിന്റെ തന്തയല്ലേ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അങ്ങയുടെ സമയം അടുത്തെന്ന് പറഞ്ഞേക്കും. നീ നല്ല ലക്കുള്ള കൂട്ടത്തില്. പോലീസുകാർ തേടുന്ന ഈ മാഫിയുടെ മുഖം കണ്ടിട്ട് നീ ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നില്ലേ? സാധാരണ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയോ എൻ്റെ അച്ഛനെയോ തൊട്ടവരെ ഞാൻ വെറുതെ വിടാറില്ല. നിനക്ക് ഞാനൊരു വാണിംഗ് പറയാനാണ് വന്നത്. നാളെ USA പോകണം. നിൻ്റെ ഗേൾ ഫ്രണ്ടിനോടൊപ്പം നീ ഇവിടെ നിന്ന് പോകണം. അല്ല, എന്നെ കണ്ട കാര്യം, എൻ്റെ സത്യങ്ങളും ആർക്കെങ്കിലുമൊക്കെ വിളിച്ച് പറയാനാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ പിന്നെ നിൻ്റെ ജീവൻ്റെ ഉത്തരവാദിത്തം എനിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അതല്ല, എന്നെ കണ്ട കാര്യം അച്ഛൻ്റെ അടുത്തോ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ പറയാനാണ് നീ നിൽക്കുന്നെങ്കിൽ ഇതായിരിക്കും നിൻ്റെ അവസ്ഥ. ഹലോ ജീന, ജീന എന്ത് പറ്റി? സൂസൻ, എനിക്ക് പേടിയാവുന്നു സൂസൻ, പ്ലീസ് എനിക്ക് പേടിയാവുന്നു. ജീന ലുക്ക്, നീ പേടിക്കണ്ട. ഓക്കെ, ഞാനിപ്പോൾ വരാം. ലൊക്കേഷൻ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്, ഞാനിപ്പോൾ വരാം. ഓക്കെ ജീന. സൂസൻ, ഒന്നുമില്ല ഞാൻ വന്നില്ല, ഒന്നുമില്ല. എന്ത് പറ്റി ജീന? നീ എന്തിനാ ഒറ്റയ്ക്കാക്കിയിട്ട് പോയ എന്നെ? എനിക്ക് പേടിയാ. നോക്ക്, ഞാനിപ്പോൾ ഇവിടെ വന്നില്ലേ? സോറി, എന്നോട് ക്ഷമിക്കും. ഞാൻ കൂടെയില്ലേ? കരയില്ലേ? എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവല്ലേ സൂസൻ? എനിക്ക് നീയുള്ളൂ. ഐ ലവ് യു സൂസൻ, ഐ ലവ് യു. ഐ നോ ജീന, ഐ നോ. ഇനി ഞാൻ നോക്കിക്കോളാം. ഡോണ്ട് വെറി അബൌട്ട് എനിത്തിങ്. നമുക്ക് പോവാം. അലക്സ്, ഇന്നലെ നിന്നെ ക്ലബിൽ കണ്ടില്ലായിരുന്നല്ലോ. സാധാരണ അങ്ങനെ കാണാതിരിക്കുന്നതല്ലല്ലോ. എവിടെയായിരുന്നു? ഇന്നലെ ചെറിയൊരു വേറൊരു ആവശ്യം ഉണ്ടായിരുന്നു, അതാ. മോനെ അലക്സേ, പതിവില്ലാത്തൊരു പരിക്ക്, എന്തെങ്കിലും കുറ്റക്കേട് ഒപ്പിച്ച് വെച്ചാ? ജോണി അറിഞ്ഞാൽ അറിയാലോ. പിന്നെ അർജുൻ്റെയും മറ്റേ മോഡലിൻ്റെയും
എൻഗേജ്മെന്റ് തുടങ്ങി. നീ അറിഞ്ഞായിരുന്നോ? അറിഞ്ഞായിരുന്നു. മോളെ അച്ചു, ആ വിളിയിൽ എന്തോ അപകടം പറഞ്ഞിരിപ്പുണ്ടല്ലോ. നോട്ടം കണ്ടിട്ട് ഏട്ടൻ തൻ്റെ എല്ലാം പറഞ്ഞു കാണുമെന്നോ തോന്നുന്നു. എന്താടി കഴുതി കണ്ണു വെച്ച് നോക്കിയിരിക്കാം. എനിക്ക് തെണ്ടാണെന്നേ അടിപ്പാവി. എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഒന്നും അറിയാതെ കണക്ക് ഇരിക്കുന്നുണ്ടില്ലേ. നിന്റെ ഏട്ടെല്ലാം പറഞ്ഞു. അജു ഒന്ന് പതുക്കെ പറയും. അവന്മാരാണ് കേട്ടോണ്ട് വന്നാൽ പിന്നെ അത് മതി. ബെസ്റ്റ്. നീ പറയാതെ അവന്മാരറിയുന്ന പക്ഷം നിന്റെ കാര്യം പിന്നെ വളരെ ടെറിബിളും ഹൊറിബിളുമായിരിക്കും. അതൊക്കെ ഞാൻ സമയമാകുമ്പോൾ പറഞ്ഞോളാം. നീയായിട്ട് ചെന്ന അവന്മാരെ മുമ്പിൽ വാ തുറക്കാതിരുന്നാൽ മതി. ഞാനായിട്ടായിട്ടും പറയുന്നില്ലേ, നീ തന്നെ പറഞ്ഞാൽ മതി. വെറുതെ എന്തിനാ നിങ്ങൾ തല്ലുപിടിക്കാവുന്നതിൻ്റെ ഇടയിൽ ഞാനും കൂടി. ഓ അല്ല, എന്താണ് മോളെ, വെഡിങ് ഒക്കെ ഇനി അടുത്തല്ലേ, ടെൻഷനൊന്നും ഇല്ലേ? എന്തിന്? അല്ല, വെഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നീയും പിള്ളേരും കൂടെ ചേർന്നല്ലേ നോക്കുന്നത്. അതിൻ്റെ ധൈര്യത്തിലാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. വെഡിങ് കഴിഞ്ഞ് നേരെ ലാൻഡ് ചെയ്യുന്നത് ലണ്ടനിലോട്ടല്ലേ. അവിടെ നിന്ന് എത്തിക്കഴിഞ്ഞിട്ട് നമ്മളേണം മറക്കോടെ. അതിൻ്റെ കാര്യത്തിൽ സംശയമില്ലാന്നില്ല. ലണ്ടൻ പോലുള്ള സ്ഥലത്തൊക്കെ ചെന്നിട്ട് ആരെങ്കിലും ദുരന്തങ്ങളെക്കുറിച്ച് ആലോചിക്കൂ. കള്ളപ്പന്നി അങ്ങനെയാണ് വന്ന ഞങ്ങളെല്ലാവരും കൂടി നിന്റെ കൈയും കാലും ഓടിച്ച് ആ ലണ്ടൻ വഴിയോരങ്ങൾ ഇങ്ങനെ പിച്ച് തിണ്ടാനായിട്ടെടുത്തു. ഒപ്പം എൻ്റെ ഏട്ടൻ തെണ്ടിയും. അതെനിക്കറിയാമല്ലോ, നിങ്ങൾ അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും. ഹലോ മാഡം, എങ്ങോട്ടാണ് ഈ രാവിലെ തന്നെ കെട്ടിയൊരുങ്ങി? അഫ്കോഴ്സ് ജിയോൺ എന്റർപ്രൈസിലോട്ട്. വേറെ എങ്ങോട്ടാ? അല്ല, എനിക്ക് അറിയാൻ പാടില്ല അങ്ങോട്ട് ചോദിക്കാം. നമ്മുടെ കമ്പനിയുടെ പേര് മാറ്റി ജിയോൺ എന്റർപ്രൈസ് എന്ന് വല്ലതും ആക്കിയായിരുന്നു? അയ്യോ, ജാക്സൺ മാമൻ മറന്നുപോയെങ്കിൽ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാം. 3 മാസങ്ങൾക്ക് മുമ്പ് 3 കോടിയുടെ എഗ്രിമെന്റ് സൈൻ ഇട്ടത് ഓർമ്മയുണ്ടോ? അതിനാ ഞാൻ ഈ പോകുന്നേ. ഓടെ ഏത് നേരത്ത്. അല്ല, അച്ചു എവിടെ? ഞാനിവിടെ ഉണ്ടേ. അച്ചു ഇന്ന് റോസമ്മയ്ക്ക് വരാം, ഞാൻ നിന്റെ കൂടെ വരാം. അത് വേണ്ട. അതെന്താ, ഞാൻ അവക്ക് വരാൻ വന്നാല്? അതല്ല അലക്സേ, ഈ പ്രോജക്റ്റിന്റെ കാര്യങ്ങൾ 2.5 മാസമായിട്ട് ഞാൻ അവളും കൂടെ ആണല്ലോ ചെയ്യുന്നത്. സോ അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ എനിക്ക് അവൾക്കുവാണല്ലോ അറിയാവുന്നത്. ഇനി നീ വന്ന ആദ്യം തൊട്ട് ഞാൻ ഇനി എല്ലാം പറഞ്ഞു തരണം. അത് കഷ്ടപ്പാടല്ലേ? അതാ അല്ലേ റോസമ്മേ? അതെ 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 എന്നാ ഭയങ്കര കഷ്ടപ്പാട്. എടി നീ ചെയ്യ, ഞാൻ നമ്മുടെ കമ്പനിയും കൂടെ ഒന്ന് കയറിയിട്ട് അങ്ങ് വന്നേക്കാം. ഓക്കെ, പെട്ടെന്ന് വന്നേക്കണേ. എവിടെയൊന്നും കാണുന്നില്ലല്ലോ. ഓ, ഇവിടെ നിൽക്കുകയാണല്ലേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അച്ഛ അലക്സിന്റെ മുന്നിൽ നിന്ന് പരിഗണന കാണുമായിരുന്നു. അവരൊന്ന് വേഗം സെറ്റ് ആയിട്ട് വേണം നമ്മുടെ കാര്യം കൂടെ അജുവിന്റെ മുന്നിൽ ഒന്ന് അവതരിപ്പിക്കും. നിങ്ങൾ വന്നായിരുന്നു. ഞാൻ റോസിനെ ക്യാബിലോട്ട് കൊണ്ടുവരുമായിരുന്നു. അതെ 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 അതെ. ഹായ് ചു, ഹായ് ചു. ഓക്കെ ഞാൻ പറഞ്ഞതുപോലെ ചെയ്തല്ലോ. ദെൻ ദാറ്റ്സ് ഫൈൻ. അങ്ങനെ ചെയ്താൽ മതി. മോനെ അലക്സേ, ഐ വിൽ കോൾ യു ലേറ്റർ. ഓക്കെ. എന്താണ് ജക്സ പറയും? ആരാടാ ഫോണില്? അതെൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചതാടാ. ഒരു ദിവസം എൻ്റെ ഈ ഫ്രണ്ട് വിളിയാനൊക്കെ ഞാൻ തൂക്കുന്നുണ്ട്. അന്നും ഈ ചിരി അതേപോലെ കണ്ടാൽ മതി. എന്നടാ ഇങ്ങ സത്തോ? ഒന്നുമില്ലടി അയ്യങ്കാരി, ഇവന് കുറെ നാളായിട്ട് ഇത്തിരി ഫ്രണ്ട് വിളി കൂടുതലാണ്. എന്തോ കള്ളത്തരം. ஏண்டா உனக்கு தெரியாதா? அவன் அந்த சீக்ரெட் உங்ககிட்ட சொல்லலையா? സീക്രട്ടാ? എന്തോന്ന് സീക്രട്ട്? ആരെങ്കിലും ചൊല്ലിയാലല്ലേ എനിക്ക് തെரியത്തുള്ളൂ, അല്ലാതെ ഞാൻ എങ്ങനെ തെരിയാനാ? பரவாயில்ல, நான் சொல்றேன். உனக்கு தெரியாதா? அவன் பெரிய மாஃபியா, யாரையோ கடத்துறதுக்காக பிளான் பண்றான். அதான் இந்த ஃபோன் கால். என்கிட்ட அப்படிதான் சொன்னான். ഇനി അല്പം ആറ്റിറ്റ്യൂഡാകാം. അപ്പൊ എങ്ങനെ ഇരിക്കും ആ മാഫിയുടെ മോന്തേന്ന് നോക്കട്ടെ. ഓ ഇടി കണ്ടാലും പറയും മാഫിയാണെന്ന്. ഇവനീക്കെ ബാലറിനെ വാങ്ങിച്ചോണ്ടിരിക്കാനോ? എന്താണ് ഇവിടെ എല്ലാണോ ചെയ്യുന്നത്? ഏൽപ്പിച്ച പണി പോയി ചെയ്തല്ലാണോ? എടാ വിക്കി മോനെ, എന്താ സ്വണ്ണ, നീ അവരെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി.
നമ്മൾ എന്തോ എവിടെയോ മിസ് ചെയ്തതുപോലെ നിനക്ക് തോന്നുന്നില്ല? തോന്നുന്നുണ്ടണ്ണ. എടാ കുഞ്ഞ, നീ എന്തിനാണ് ഇങ്ങനെ ചിന്താവിഷ്ടയായ പോലെ ഉപവിഷ്ടനായിരിക്കുന്നത്? അല്ല ഏട്ടാ, വെഡ്ഡിങ്ങിനെ കുറിച്ച് അറിയാലോ, എനിക്ക് ആരുമില്ല. അതെന്താടാ കുഞ്ഞാ നീ അങ്ങനെ ഒരു വർത്തമാനം? കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിലെ കുട്ടിയല്ലേ അവളും? അതൊക്കെ എനിക്ക് അറിയാട്ടത്തി. അല്ല, വെഡ്ഡിങ് ഡേയുടെ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും സർപ്രൈസ് പോലെ കൊടുക്കാമെന്ന് അതോ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. അതായിരുന്നു. അതൊക്കെ നമുക്ക് വഴി ഉണ്ടാക്കാടാ കുഞ്ഞാ. എങ്കിൽ ഞാനൊരു ഐഡിയ പറയാം. പറ വിശ്വ, എന്താ? അല്ല, ഞാൻ ചെറിയൊരു കാര്യം ഫൈൻഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് പറയാനാ. നമുക്ക് നാളെ നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാം. ഓക്കെ. നമ്മൾ എന്നും മീറ്റ് ചെയ്യുന്ന പ്ലേസിൽ വന്നാൽ മതി. അച്ചു എവിടെ? അവള് ഫുഡ് കഴിച്ചു? അവള് നേരത്തെ ഫുഡ് കഴിച്ച് നേരത്തെ കിടക്കാൻ കയറി. നേരത്തെ കിടന്നോ? അതെന്ത് പറ്റി? ആവോ, എന്തായാലും കുട്ടി നല്ല സന്തോഷത്തിലാണ്. Oh, they gonna kiss? First kiss. Damn. Ajo, come on, നീ എന്തൊക്കെ ചിന്തിച്ച് കൂട്ടുന്നത്? You just started. അതിനിടയ്ക്ക് എന്താ വിശ്വ, എന്താ നീ കണ്ടുപിടിച്ചത്? നീ സംശയിച്ചത് ശരിയാ. നിന്റെ അച്ഛൻ്റെയും ആക്സിഡന്റ് പിന്നില് അയാളാ, ജയദേവൻ വർമ്മ. ഐ നോ ഇറ്റ്. അവൻ്റെ അന്ത്യം എൻ്റെ കൈയുണ്ട. അല്ല, നിനക്ക് ഈ കാര്യം നേരത്തെ അറിയാമായിരുന്നോ? ഇല്ല. വൈ? അല്ല, അങ്ങയുടെ കോമയ്ക്കും നിനക്കും ബന്ധമുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കോമയോ? ഏസ് മോനെ, ഹി ഈസ് ഇൻ കോമ. അയാൾക്കെന്തോ ആക്സിഡന്റ് പറ്റി ടോട്ടൽ ഡാമേജ് ആയി ഇപ്പൊ കോമയില്ല. അങ്ങയുടെ മോനാണെങ്കിൽ യുഎസിലേക്ക് പോവുകയും ചെയ്തു. അത് നന്നായി. ഞാനായിരുന്നെങ്കിൽ അങ്ങയുടെ ജീവൻ പോലും കാണത്തില്ലായിരുന്നു. അതെനിക്കറിയാലോ. എന്തോ ഇതൊക്കെ ആരോ ചെയ്യിപ്പിക്കുന്ന പോലെ എനിക്കിരിക്കുന്നു. മേ ബി കോയിൻസിഡൻസ് ആയിരിക്കാം. എന്തായാലും നീ ഇതിൻ്റെ പിറകെ തന്നെ ഉണ്ടാകും. എന്തെങ്കിലും ഫൈൻഡ് ചെയ്യണമെങ്കിൽ എന്നെ അറിയിക്കുന്നു. ഓക്കേടാ, ഞാൻ ഇതിൻ്റെ പിറകെ തന്നെയുണ്ട്. എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. മോളെ. ഒന്നുമില്ല മോളെ. ആക്ച്വലി എനിക്കൊരു കാര്യം ചോദിക്കാനായിരുന്നു. അത് വേറൊന്നുമില്ല, അജുവിനെയും അച്ഛനെയും കുറിച്ചായിരുന്നു. ആരെ കുറിച്ച് വ്യക്തമായിട്ടൊന്നും എനിക്കറിയില്ല. അവർക്ക് പരസ്പരം ഇഷ്ടം. ഓ, അതിനെ കുറിച്ച് അച്ഛൻ എന്തെങ്കിലും മോളടുത്ത് പറഞ്ഞിരുന്നോ? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എന്താ പപ്പ? അച്ഛൻ്റെ ഫാദർ എന്നുള്ള നിനക്ക് ഞാൻ ഇതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? പപ്പ പറഞ്ഞതിൽ എന്തോ പന്തികേടില്ലേ? ഇനിയുണ്ടോ? ഭഗവാനെ, അച്ഛനെ കാത്തോളെ.